ഒരിടത്ത് വളരെ പ്രശസ്തനായ ഒരു ചിത്രകാരൻ ജീവിച്ചിരുന്നു. വർഷങ്ങളായുള്ള കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം ഒരു മനോഹരമായ ചിത്രം വരച്ചു തീർത്തു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അത് ലോകത്തിലെ ഏറ്റവും മികച്ച, യാതൊരുവിധ കുറവുകളുമില്ലാത്ത ഒരു ചിത്രമായിരുന്നു. തൻ്റെ ആ മാസ്റ്റർ പീസ് ആളുകൾ കണ്ട് വിലയിരുത്തട്ടെ എന്ന് കരുതി അദ്ദേഹം അത് നഗരത്തിലെ ഒരു പ്രധാന ജംഗ്ഷനിൽ കൊണ്ടുവന്ന് വെച്ചു. ഒപ്പം താഴെ ഒരു കുറിപ്പും എഴുതി വെച്ചു: ഈ ചിത്രത്തിൽ എവിടെയെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ദയവായി അവിടെ ഒരു എക്സ് എന്ന് അടയാളപ്പെടുത്തുക. പിറ്റേന്ന് രാവിലെ വളരെ പ്രതീക്ഷയോടെ ചിത്രകാരൻ തൻ്റെ ചിത്രം കാണാൻ ചെന്നു. എന്നാൽ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഹൃദയം തകർത്തു കളഞ്ഞു. ചിത്രം മുഴുവൻ എക്സ് അടയാളങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ ഭാഗം പോലും ബാക്കി വയ്ക്കാതെ ആളുകൾ അതിൽ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. താൻ ഇത്രയും കാലം പ്രയത്നിച്ചുണ്ടാക്കിയ കലാരൂപം പാഴായിപ്പോയല്ലോ എന്നോർത്ത് ചിത്രകാരൻ വല്ലാതെ സങ്കടപ്പെട്ടു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് തൻ്റെ ഗുരുവിൻ്റെ അരികിലെത്തി കാര്യം പറഞ്ഞു. എല്ലാം കേട്ട് ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു: നമുക്ക് ഇതൊന്ന് മാറ്റി വരയ്ക്കാം. നീ വിഷമിക്കാതെ ഇതുപോലെ മറ്റൊരു ചിത്രം കൂടി വരയ്ക്കൂ. ചിത്രകാരൻ വീണ്ടും ദിവസങ്ങളെടുത്ത് അതേ ചിത്രം ഒന്നുകൂടി വരച്ചെടുത്തു. ഇത്തവണയും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ചിത്രം അതേ ജംഗ്ഷനിൽ തന്നെ കൊണ്ടുവച്ചു. പക്ഷേ ഇത്തവണ താഴെ എഴുതിയ കുറിപ്പിൽ ഒരു മാറ്റമുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ എവിടെയെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ദയവായി അടുത്തിരിക്കുന്ന ബ്രഷും ചായവും ഉപയോഗിച്ച് അത് തിരുത്തി ശരിയാക്കി തരിക. ചിത്രം അവിടെ വെച്ച് അവർ മടങ്ങിപ്പോയി. ദിവസങ്ങൾ കഴിഞ്ഞ് ചിത്രകാരനും ഗുരുവും വീണ്ടും ആ ജംഗ്ഷനിൽ ചെന്ന് നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ആ ചിത്രത്തിൽ ഒരു പോറൽ പോലും വീണിട്ടുണ്ടായിരുന്നില്ല. ആരും അതിൽ ഒരു തിരുത്തും വരുത്തിയിരുന്നില്ല. ചിത്രം വെച്ചതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഗുരു ചിത്രകാരനോട് പറഞ്ഞു: മകനെ, മറ്റുള്ളവരുടെ കുറവുകളും തെറ്റുകളും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതിനെ വലിയ അറിവോ കഴിവോ ഒന്നും വേണ്ട. അതുകൊണ്ട് ആദ്യത്തെ ദിവസം ചിത്രം മുഴുവൻ അടയാളങ്ങൾ വീണത്. എന്നാൽ ആ കുറവുകൾ തിരുത്തി കൊടുക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ചിത്രകാരന് കാര്യം മനസ്സിലായി. അവൻ നിറഞ്ഞ സന്തോഷത്തോടെ തൻ്റെ ഗുരുവിനെ വണങ്ങി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ലോകത്ത് ആളുകൾ ഏറെയുണ്ടാകും. എന്നാൽ അവയെല്ലാം പോസിറ്റീവ് ആയി എടുക്കുക. മറ്റുള്ളവരുടെ വെറും വിമർശനങ്ങൾ കേട്ട് നമ്മുടെ ആത്മവിശ്വാസം തകർക്കരുത്.